നമസ്കാരം. വീണ്ടും കാനഡയുടെ മണ്ണിൽ ഇന്ത്യക്കു നേരെ ഭീഷണി ഉയർത്തി എത്തിയിരിക്കുകയാണ് ഗുർബന്തർ സിംഗ് പന്നു നയിക്കുന്ന ഖലിസ്ഥാൻ വാദികൾ. ഇത്തവണ ഖലിസ്ഥാൻ വേട്ട ഇന്ത്യക്കു നേരെ അഴിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്, അതായത് ഖലിസ്ഥാൻ വാദികൾ കാനഡയിലെ ഇന്ത്യൻ കോൺസുലേറ്റിന് നേരെയാണ്. പന്നു ഇന്ത്യക്കും മോദിക്കുമെതിരെ ഗൂഢാലോചന നടത്തിയതും എല്ലാം തന്നെ നേരത്തെ പുറത്തു വന്നതാണ്. അതായത് കാനഡയുടെ മണ്ണിൽ എത്തിയിരുന്ന മോദിയെ ബഹിഷ്കരിക്കാനും പതിയിരുന്ന് ആക്രമിക്കുക എന്ന അജണ്ടയുമായി തീവ്രവാദികൾ രംഗത്തെത്തിയിരുന്നു. എന്നാൽ ആ ഗൂഢാലോചനയെ എല്ലാം ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കി. പന്നിന്റെ ഗൂഢാലോചനയ്ക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒത്താശയും ഉണ്ടായിരുന്നു. അതിന്റെ തെളിവുകളും നേരത്തെ പുറത്തെത്തിയിരുന്നു. എന്തായാലും ഇന്ത്യ ഇപ്പോൾ അങ്ങ് തീർത്ത് കളയും എന്ന ഭീഷണിയുമായാണ് US ആസ്ഥാനമായുള്ള സിഖ് ഫോർ ജസ്റ്റിസ് ഭീഷണിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വ്യാഴാഴ്ച ഇന്ത്യൻ കോൺസുലേറ്റിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുമെന്നും കോൺസുലേറ്റിൽ സാധാരണ ആവശ്യങ്ങൾക്കായി വരാൻ ഉദ്ദേശിക്കുന്ന കാനഡയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർ മറ്റൊരു ദിവസം തിരഞ്ഞെടുക്കണമെന്നാണ് ഖലിസ്ഥാൻ അനുകൂല സംഘടനകളുടെ ആവശ്യം. പുതിയ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് പട്നായിക്കിന്റെ മുഖത്ത് ലക്ഷ്യചിഹ്നം പതിച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്ററും തീവ്രവാദികൾ പുറത്തിറക്കിയിരുന്നു. ഖലിസ്ഥാനികളെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ കോൺസുലേറ്റുകൾ ചാരവൃത്തിയും നിരീക്ഷണവും നടത്തുന്നു എന്നാണ് തീവ്രവാദികളുടെ ആരോപണം. ഇന്ത്യയും കാനഡയും നയതന്ത്ര ബന്ധം പുനരാരംഭിച്ചതിന് പിന്നാലെയാണ് സംഘടനയുടെ നീക്കം ഉണ്ടായിരിക്കുന്നത്. ഹർബന്ദർ സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഏജന്റുമാരുടെ പങ്കിനെ കുറിച്ച് അന്വേഷണം നടത്തി വരികയാണെന്ന് മുൻപ് പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പാർലമെന്റിൽ പറഞ്ഞിരുന്നു. 2 വർഷം കഴിഞ്ഞിട്ടും ഖലിസ്ഥാൻ ജനഹിത പരിശോധന പ്രചാരകരെ ലക്ഷ്യമിട്ട് ഇന്ത്യൻ കോൺസുലേറ്റുകൾ ചാരവൃത്തിയും നിരീക്ഷണവും തുടരുകയാണെന്നാണ് ഇവരുടെ ആരോപണം. നിജാറിന്റെ മരണശേഷവും ഖലിസ്ഥാൻ ജനഹിത പരിശോധന പ്രചാരണത്തിന്റെ നേതൃത്വം ഏറ്റെടുത്ത് ഇന്ദർജിത് സിംഗിനെ ഗോസലിന് സംരക്ഷണം നൽകാൻ റോയൽ കനേഡിയൻ മൗണ്ട് പോലീസ് നിർബന്ധിതരായ സാഹചര്യത്തിലേക്കാണ് എത്തുന്ന തരത്തിലുള്ള ഗുരുതരമായ ഭീഷണി തങ്ങൾക്കെതിരെ നിലനിൽക്കുന്നു എന്നാണ് സംഘത്തിന്റെ ആരോപണം. കാനഡയിൽ നടക്കുന്ന ചാരവൃത്തിക്കും ഭീഷണിപ്പെടുത്തലിനും ഔദ്യോഗിക പ്രതികരണം തേടുമെന്നും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുമെന്നാണ് സംഘടന പറയുന്നത്. ഖലിസ്ഥാൻ സംഘടനകൾക്ക് കാനഡ ആസ്ഥാനമായുള്ള വ്യക്തികളിൽ നിന്നും ശൃംഖലകളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട് എന്നും കനേഡിയൻ ഭരണകൂടം ഒരു ആഭ്യന്തര റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നു. കാനഡയുടെ ക്രിമിനൽ നിയമപ്രകാരം ഭീകര സംഘടനകളായി വിലയിരുത്തിയിട്ടുള്ള ബബർ ഹൽസ ഇന്റർനാഷണൽ SOF എന്നിവ ഈ സംഘടനകൾ ഉൾപ്പെടുന്നു. നിലവിൽ ഈ ഭീകരവാദ ഗ്രൂപ്പുകൾ ഏതെങ്കിലും സംഘടനകളുമായി ബന്ധമില്ലാതെ ഖലിസ്ഥാൻ വാദത്തെ പിന്തുണയ്ക്കുന്ന വ്യക്തികളുടെ ചെറിയ സംഘങ്ങളിലൂടെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും കാനഡയുടെ തണലിൽ വളരുന്ന ഖലിസ്ഥാന്റെ ഒരു തരത്തിലുള്ള ഭീഷണിയും ഇന്ത്യക്ക് മുന്നിൽ വിലപ്പോവില്ല. അതെല്ലാം തന്നെ മോദി പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കുമെന്നത് വാസ്തവം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച